Hi all. So module 2-ൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്താണ്, മെറ്റാസെൻറ്റർ, പിന്നെ സ്റ്റെബിലിറ്റി ഓഫ് സബ്മേർജ് ബോഡീസ് ഒക്കെ പഠിച്ചായിരുന്നു. ദ നെക്സ്റ്റ് ടോപ്പിക് സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി. ഇതിപ്പോൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റിന് അത്യാവശ്യം ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇത് ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഫിഗേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So similar to the stability of submerged body, here we have three equilibrium conditions, that is stable equilibrium, unstable equilibrium and neutral equilibrium. അപ്പോൾ ഇത് നമ്മൾ ഈ സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നതിൻ്റെ മെറ്റാ സെൻറ്ററിൻ്റെ പൊസിഷൻ ബേസ് ചെയ്തിട്ടാണ്. സോ സബ്മേർജ് ബോഡീസിൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു? സബ്മേർജ് ബോഡീസിൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് ബൊയാൻസിയുടെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെയും പൊസിഷൻ ബേസ് ചെയ്തിട്ടായിരുന്നു. സോ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ സെൻറ്റർ ഓഫ് ബൊയാൻസി മുകളിലായിരിക്കും, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴെയായിരിക്കും. അൺസ്റ്റേബിൾ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? നേരെ തിരിച്ചാണ്, സെൻറ്റർ ഓഫ് ബൊയാൻസി താഴെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മുകളിലായിരിക്കും. പിന്നെ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? രണ്ട് പോയിന്റ്സും രണ്ട് ജിയും ബിയും സെൻറ്റർ ഓഫ് ബൊയാൻസിയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം പോയിന്റിലായിരിക്കും. അപ്പോൾ ആ ഒരു കേസിൽ എങ്ങനെയാണ് മൊമെൻറ്റ് കപ്പിൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. ഫസ്റ്റ് കേസിലാണെങ്കിൽ ഡിസ്റ്റർബൻസ് ചെയ്ത ഡയറക്ഷനിലാണോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കപ്പിൾ ഫോം ചെയ്യും. അപ്പോൾ അത് ജസ്റ്റ് നമ്മളൊരു ടിൽറ്റ് കൊടുത്താലും തിരിച്ചതിൻ്റെ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരുമായിരുന്നു. അതായിരുന്നു സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ടിൽറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിം ഡയറക്ഷനിൽ വേറെ കപ്പിൾ ഫോം ചെയ്യുന്നതായിരുന്നു, കുറച്ചും കൂടി ടിൽറ്റ് ചെയ്തിട്ട് അതവിടെ സ്റ്റേബിളായിട്ട് നിൽക്കും. രണ്ട് പോയിന്റും സെയിം ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ടിൽറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടിൽറ്റ് കൊടുത്താൽ എവിടെയാണ് നിൽക്കുന്നത് ആ സെയിം പൊസിഷനിൽ അത് നിൽക്കും. കാരണം ഓപ്പോസിറ്റ് കപ്പിൾ ഫോം ചെയ്യുന്നില്ല, സെയിം ഡയറക്ഷനിൽ കപ്പിൾ ഫോം ചെയ്യുന്നില്ല. സോ ഈ ബോഡി നിൽക്കുന്ന കാര്യങ്ങളെല്ലാം സെയിം ആണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഈ സബ്മേർജ് ബോഡിയുടെ കേസിൽ ബിയും ജി ആണ് കമ്പയർ ചെയ്തെങ്കിൽ, പൊസിഷൻ കമ്പയർ ചെയ്തെങ്കിൽ നമ്മൾ ഈ കേസിൽ കമ്പയർ ചെയ്യുന്നത് മെറ്റാ സെൻറ്ററിൻ്റെ പൊസിഷനും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പൊസിഷനാണ്. മനസ്സിലായോ? അപ്പോൾ ആദ്യ കേസിൽ ബി ആയിരുന്നു. സെക്കൻഡ് ഫ്ലോട്ടിംഗ് ബോഡി കേസിൽ എമ്മിൻ്റെ പൊസിഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഇക്വിലിബ്രിയം അതിൻ്റെ സ്റ്റേറ്റ് നമ്മൾ പറയുന്നത്. സോ ഈ കേസിലാണ് നമുക്കറിയാം ഇവിടെ ജസ്റ്റ് ഒരു ബോഡി ഉണ്ടായിരുന്നു. ഓക്കെ, ബോഡി ഉണ്ടായിരുന്നു. ആ ബോഡിയുടെ കേസിൽ നമ്മൾ വരയ്ക്കുമ്പോൾ കണ്ടോ, ജി മുകളിലും ഓക്കെ, ജി മുകളിലും ബി താഴെയായിട്ട് വരയ്ക്കുക. ഏകദേശം വലിയ ഗ്യാപ്പ് ഇടണ്ട, ഏകദേശം അടുത്തടുത്തായിട്ട് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്തു? ചെറിയൊരു ഡിസ്റ്റർബിങ് കപ്പിളും കൊടുത്തു. ഈ ഡയറക്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്യും. ടിൽറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമുക്കറിയാം ഈ സൈഡിനെ കമ്പയർ ചെയ്ത് ഈ സൈഡിലാണ് കൂടുതൽ പോർഷൻ ബോഡി വാട്ടറിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അല്ലേ? സോ വാട്ടറിൻ്റെ ഉള്ളിൽ ഏത് സൈഡാണോ കൂടുതൽ മുന്നിൽ കിടക്കുന്നത് ആ സൈഡിലേക്ക് നമ്മുടെ സെൻറ്റർ ഓഫ് ബൊയാൻസി മൂവ് ചെയ്ത് പോകും. സോ ബിന്ന് ബി ഡാഷിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ B1ലേക്ക് ഷിഫ്റ്റ് ചെയ്യും സെൻറ്റർ ഓഫ് ബൊയാൻസി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറുമോ? ഇല്ല, ബോഡിയുടെ കേസിൽ വെയിറ്റ് ഫിക്സ്ഡ് ആയതുകൊണ്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അവിടെ തന്നെ ആയിരിക്കും. സോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ഇപ്പം അതുപോലെ തന്നെ വെയിറ്റ് ആക്ട് ചെയ്യും, സെൻറ്റർ ഓഫ് ബൊയാൻസിൽ എന്ത് ആക്ട് ചെയ്യും? ഈ ബൊയൻ ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പം നമുക്കറിയാം ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ദീസ് ടു ഫോഴ്സസ് ആർ ഈക്വൽ. അപ്പോൾ ഈ കേസിൽ നമുക്കറിയാം ഈ ഡയറക്ഷൻ, ഈ കപ്പിളിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിൽ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കപ്പിൾ കൊടുത്താലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ വെയിറ്റും ബോയൻ ഫോഴ്സും കാരണം ഉണ്ടാകുന്ന കപ്പിൾ കാരണം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു ഓപ്പോസിറ്റ് കപ്പിൾ ഫോം ചെയ്യുന്ന കാരണം എന്ത് പറ്റും? ഈ ബോഡി ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്താൽ തിരിച്ചതിൻ്റെ ഈ സെയിം പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരും. തിരിച്ചു വരാനുള്ള റീസൺ അതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഈ കപ്പിളാണ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എങ്ങനെയായിരിക്കും? ഈ കേസിൽ എങ്ങനെ നോക്കാം? ഈ കേസിൽ മെറ്റാ സെൻറ്റർ എവിടെയാണ് നോക്കാം. സോ മെറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂട്രൽ ആക്സിസും ബോഡിയുടെ ആക്സിസും ഇതാണ് നമ്മുടെ ബോയൻ ഫോഴ്സ് അല്ലേ? ബോയൻ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് മെറ്റാ സെൻറ്റർ. ഈ മെറ്റാ സെൻറ്ററിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്? കമ്പയർ ചെയ്യേണ്ട ജിയുടെ പൊസിഷനും എമ്മിൻ്റെ പൊസിഷനാണ് കേട്ടോ. സോ എപ്പോഴും ഓർത്തിരിക്കുക, സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ എം ഈസ് എബവ് ജി. നമ്മുടെ സംഭവം മെറ്റാ സെൻറ്ററിന് ബോയൻസ് ഓർത്തുണ്ടോ? മെറ്റാ സെൻറ്റർ നമ്മൾ മുകളിലായിരിക്കണം, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴെയാണെങ്കിൽ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ഇനി അതല്ല, ഞാൻ മുകളിൽ വലിയൊരു വെയിറ്റും കൊടുത്തു കേട്ടോ. വലിയൊരു വെയിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അങ്ങോട്ടേക്ക് പോകും. വെയിറ്റ് കൂടുതലുള്ള പോർഷൻ ഇവിടെ ആയതുകൊണ്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നിങ്ങൾ ഈ കേസിൽ വരയ്ക്കുമ്പോൾ കുറച്ച് മുകളിലായിട്ട് അങ്ങ് വരയ്ക്കണം. ഇതുപോലെ നമ്മൾ ടിൽറ്റ് ചെയ്ത് കൊടുത്തു. ടിൽറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ഇവിടെ കേസിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന് ഫിഗർ അല്ല വരയ്ക്കണ്ടേ? അപ്പോൾ സെൻറ്റർ ഓഫ് ബൊയാൻസിൽ ഇച്ചിരി ടിൽറ്റ് ചെയ്ത് ഇച്ചിരി അങ്ങ് മാറ്റി കൊടുത്തിട്ട് ഈ ന്യൂട്രൽ ആക്സിസും ഈ സെൻറ്റർ ഓഫ് ബൊയാൻസിയുടെ ലൈൻ ഓഫ് ആക്ഷൻ ഉണ്ടല്ലോ, ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ജിയുടെ താഴെയായിട്ട് വരുന്ന രീതിയിൽ നിങ്ങൾ വരയ്ക്കാൻ ശ്രദ്ധിക്കണം. അത് നമ്മൾ വരയ്ക്കുന്നത് തെറ്റിപ്പോവും, ഫിഗർ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ.
സോ ഈ കേസിൽ മുകളിലായിട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെറ്റ് ചെയ്ത് വെക്കണം, മുകളിലൊരു വെയിറ്റ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ഈ ന്യൂട്രൽ ആക്സിസും ബോഡി ന്യൂട്രൽ ആക്സിസും ഈ ന്യൂ ബോയാൻസി സെൻറ്റർ ഓഫ് ബോയാൻസിയുടെ പാസ് ചെയ്ത് പോകുന്ന ബോയാൻ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് മെറ്റാ സെൻറ്റർ. സോ ഈ കേസിൽ നമുക്കറിയാം, കണ്ടറിയാം മെറ്റാ സെൻറ്റർ എവിടെയാണ്, മെറ്റാ സെൻറ്റർ എം ഇസ് ബിലോ ജി, ജി ആണ് മുകളിൽ, എം താഴെയാണ്. സോ ഈ കേസിൽ ഫോം ചെയ്യുന്ന കപ്പിൾ എങ്ങനെയായിരിക്കും? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, ഇത് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, ഇത് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. സോ കൊളീനറിൽ, സോ ടു ഈക്വൽ ഫോഴ്സ് ആണ്, നോൺ കൊളീനർ ആണ്, ഇറ്റ് ഫോംസ് എ കപ്പിൾ. കപ്പിളിൻ്റെ ഈ ഡയറക്ഷൻ എന്താണെന്ന് നോക്കുക. കപ്പിളിൻ്റെ കണ്ടോ വെയിറ്റ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബൊയാൻസി ഇങ്ങനെയാണ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന കപ്പിളിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് കപ്പിളല്ലേ. നമ്മൾ കൊടുത്തേക്കുന്ന ഡയറക്ഷൻ, കപ്പിളിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ബോഡിയുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തേക്കുന്ന കപ്പിളും ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ ക്ലോക്ക് വൈസ് ടിൽറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യുന്ന ഈ കപ്പിളിൻ്റെ മൊമെൻറ്റ് കാരണം കുറച്ചും കൂടി ഇത് ടിൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷനിൽ കീപ്പ് ചെയ്യും. സോ അതിൻ്റെ കണ്ടീഷൻ ഓർത്തിരുന്നോളം, എം ഇസ് ബിലോ ജി. അപ്പോൾ ഓരോ കണ്ടീഷൻസാണ് പറയുന്നത്. അപ്പോൾ എം ഇസ് ബിലോ, എം ഇസ് എബോ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, നമ്മൾ ബി എമ്മും ജി എമ്മും ആണ് കമ്പാരിസണിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ഡിസ്റ്റൻസ് ആയി യൂസ് ചെയ്യുന്നത്. ബി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എം, അതുപോലെ തന്നെ എന്തായിരുന്നു ബി ജി, ബി എം ആണോ ബി ജി ആണോ ഈ കേസിൽ വലുതായിട്ട് വരുന്ന സ്റ്റേബിളിൽ? ബി എം ആണ് അല്ലേ. സോ ബി എം ഇസ് ഗ്രേറ്റർ ദാൻ ബി ജി ആയിരിക്കും ഈ കേസിൽ. എഗെയിൻ എന്താണ്, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് പി കണ്ടീഷൻ വരുമ്പോൾ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ ഈ കാര്യം നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. പിന്നെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ ബി എമ്മും ബി ജിയും കമ്പയർ ചെയ്യുക. ബി എം അല്ലേ കുഞ്ഞത്, സോ ബി എം ഇസ് ലെസ് ദാൻ ബി ജി. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ ശ്രദ്ധിക്കാം, ഈ കേസിൽ നമ്മുടെ മെറ്റാ സെൻറ്ററും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം പോയിന്റിലായിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെയാണ് വരുന്നതെന്ന് വിചാരിക്കാം, ടിൽറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നതെങ്കിൽ, അപ്പോൾ ഇങ്ങനെ ലൈൻ ഓഫ് ആക്ഷൻ വരയ്ക്കുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തന്നെയാണ് ഈ മെറ്റാ സെൻറ്റർ വരുന്നതെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ പ്രത്യേകിച്ച് അവിടെ എന്താണ്, ഇവിടെ വെയിറ്റും ആക്ട് ചെയ്യും, മുകളിലേക്ക് ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ അവിടെ കപ്പിളൊന്നും ഫോം ചെയ്യില്ല. സോ ഈ ഡയറക്ഷനാണ് നമ്മൾ ഡിസ്റ്റർബൻസ് കൊടുക്കുന്നത്. ആ ഡിസ്റ്റർബൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് ആ പൊസിഷൻ വെച്ചിട്ട് അത് അനങ്ങാതെ നിൽക്കും. പ്രത്യേകിച്ച് അത് ഓവറായിട്ട് താഴേക്ക് പോകാനും പോകില്ല, തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്കും വരില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോന്നും നിങ്ങൾ എന്താ നോക്കുക, സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ആൻഡ് സബ്മേർജ് ബോഡീസ് ഉണ്ട്. സബ്മേർജ് ബോഡീസ് എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ബലൂൺ ഓടിയാനും മറ്റു തരം വാട്ടറിൻ്റെ ഉള്ളിൽ ഹാഫ്ലി ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി വരച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന കാര്യം ഓർത്തിരിക്കുക. സബ്മേർജ് ബോഡീസിൻ്റെ കേസിലാണ് ബിയും ജി ആണ് കമ്പയർ ചെയ്യുന്നത്. ഫ്ലോട്ടിംഗ് ബോഡീസിൻ്റെ കേസിലാണ് എമ്മും ജി ആണ് കമ്പയർ ചെയ്യുന്നത്. ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പോർഷനാണ്. നീറ്റ്